അപ്പോൾ ഇന്നത്തെ പരിപാടി, ഇപ്പോൾ സമയം 4:30. ഞങ്ങൾ നേരെ പോകുന്നത് കളക്ട്രേറ്റിലേക്കാണ് കേട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കേരള ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഹോസ്പിറ്റൽ കേസൊക്കെ കാരണം കുറച്ച് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഒരു 3-4 എണ്ണം പെൻഡിങ് വന്നായിരുന്നു. അപ്പം അത് വില്ലേജിലേക്ക് വിട്ടു. അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ കളക്ട്രേറ്റ് എത്തി. വില്ലേജിലേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ അത് തവണകളാക്കി അടയ്ക്കാൻ വേണ്ടി ഇവിടുന്ന് എഴുതി മേടിക്കാൻ വേണ്ടി വന്നതാണ് റവന്യൂ മന്ത്രിയെ കൊണ്ട്. അങ്ങനെ വന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ സാധിച്ചു. 25 തവണത്തേക്കാക്കി തന്നു. സന്തോഷമായി, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ദുഃഖം മാറാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് സൂവിലേക്കാണ് കേട്ടോ. ഇതാണ് സൂ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 150 രൂപയാണ്. ടിക്കറ്റ് ചാർജ് 40 രൂപ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ സൂവിലേക്ക് നടന്നു. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 40 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. QR കോഡ് ഉണ്ട് കേട്ടോ. ക്യാഷ് ഇല്ലെങ്കിലും ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ പേടിഎം വഴിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പിള്ളേരെയും കൊണ്ടൊക്കെ ഒരു തവണയെങ്കിലും വരേണ്ട സ്ഥലമാണ് കേട്ടോ ട്രിവാൻഡ്രം സൂ ആൻഡ് മ്യൂസിയം. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. അങ്ങനെ ഞങ്ങളിവിടെ ടിക്കറ്റൊക്കെ കൊടുത്ത് നേരെ അകത്ത് കയറി. ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. നല്ല മരങ്ങളും ഫുൾ ഗ്രീനറിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ കുറേ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. എഴുത്തുകാരാണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ സൂവിൻ്റെ എൻട്രൻസിലേക്ക് നീങ്ങുകയാണ്. സൂ എൻട്രൻസ് ഇതറിയാമല്ലോ, ഇത് പ്ലാവാണ്. ഇവിടെ ഓരോ മരത്തിനും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് കാട്ടുപോത്ത്. അപ്പോൾ ഓരോ ജീവിയുടെ പ്രത്യേകതയും ഓരോ ജീവിയുടെ പേരും പിള്ളേർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സൂവിലുള്ളത്. ഒരു തവണയെങ്കിലും വരണം ഇവിടെ, പിള്ളേരെ കൊണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം. ഇതാണ് കുരങ്ങ്. അവനിങ്ങനെ അവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളെയൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ്. ഇവിടെ മൊത്തം മരങ്ങളാണ് കേട്ടോ, നല്ല നല്ല മരങ്ങൾ. ഇങ്ങനെ അപ്പൂനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പുലിയെ കാണുകയും വേണം, എടുക്കുകയും വേണം. ഒരു തുള്ളി നടക്കത്തില്ല. ഇതാണ് ബംഗാൾ കുരങ്ങ് കേട്ടോ, കണ്ടാ നടക്കുന്നതാണ്. സൂമിങ്ങിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല. കണ്ട, ഇതാണ് ബംഗാൾ കുരങ്ങ്. അങ്ങനെ ബംഗാൾ കുരങ്ങിനെയും കണ്ടിട്ട് കുരങ്ങിനെ എടുത്തുകൊണ്ട് ഞാൻ നേരെ നടക്കുകയാണ്. ഒന്നിയിൽ ഞാൻ എടുക്കണം, അല്ലേ അവളെടുക്കണം. ഇത് മറ്റേ കുന്തിരിക്കമാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയാണ് കുന്തിരിക്കം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. തൊലി ചെത്തി തൊലിയല്ലൊരു ഇത് എന്താ പശ പോലെ വരും, അതാണ് അവർ ചെത്തി എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി. ഇത് കാട്ടുകോഴിയാണ്. നമ്മുടെ കൂട്ടത്തിലും കാണുമല്ലോ കുറേ കോഴികൾ. ഇതിലും വലിയ കോഴിയാണ് കാട്ടുകോഴി. അങ്ങനെ ഇതാണ് പെരുമരം. ഇത് വനത്തിലൊക്കെയാണ് കാണാറ്, പെരുമരം. പെരുമരത്തിൻ്റെ ഇത് ഹനുമാൻ കുരങ്ങെന്ന് പറയും. കണ്ടോ, അതായത് ചാടിച്ചാടി നടക്കും, നല്ല ചാട്ടക്കാരനാണ്. പിന്നെ വെള്ളിമൂങ്ങയാണ്. വെള്ളിമൂങ്ങ ഇങ്ങനെ ഒരെണ്ണേ ഉള്ളായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേന്. ഞങ്ങൾ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാളും മൃഗങ്ങൾ കുറവായിരുന്നു ഇത്തവണ കേട്ടോ. ഇത്തവണ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറേ കടുവകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഒരെണ്ണം അങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് കുറേ പക്ഷികളാണ് കേട്ടോ. പക്ഷികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവിടെ. ആള് ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു. സ്കൂൾ കുട്ടികളും കുറേ ഫാമിലീസും കുറേ പിള്ളേരും എല്ലാം ഉണ്ടായിരുന്നു.
ഇത് വല കെട്ടിയേക്കാണ് മണ്ടേ കേട്ടോ, ഇവർ പറന്നു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അരയന്നങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ഇതാണ് കേട്ടോ നീർനായ. നീർനായ അതല്ല, ഈ വെള്ളത്തിൽ കൂടെ വരുന്നതാണ് നീർനായ. കണ്ട, അതാണ് നീർനായ എന്ന് പറയും. വി ആർ ഓൺ സ്പെഷ്യൽ ഡയറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ മുളയുടെ ഇടയിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. യാത്രകളെ മനോഹരമാക്കുന്ന കാഴ്ചകളല്ലേ, അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടേയിരുന്നു. ഇതാണ് പന്നിക്കരടി കേട്ടോ. 2 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്, ഒരെണ്ണം മേടി ഉലാത്തുന്നുണ്ട്. ആഹാരം കഴിച്ചിട്ട് ഉലാത്തുവാന്ന് തോന്നുന്നു. അങ്ങനെ ഇതാണ് സിംഹം. സിംഹിണിയാണ് കേട്ടോ, സിംഹിണി, പെൺസിംഹം. ഇതാണ് യമു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പോസ് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് വന്നതാണ്. അടുത്തോട്ടിങ്ങ് പോകുന്നു. അതാണ് നീർക്കുതിര, ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയും. മലയാളത്തിൽ നീർക്കുതിര, ഇംഗ്ലീഷിൽ ഹിപ്പോപ്പൊട്ടാമസ്. അപ്പൂന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഹിപ്പോപ്പൊട്ടാമസ്. അങ്ങനെ 3 എണ്ണം അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഒരെണ്ണം അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ഇത് കേഴയാണ് കേട്ടോ. കേഴയും കലമാനവും കൂടെ ഒരുമിച്ചാണ് കൂട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ കേഴയും പകർത്തി കലമാന കിട്ടിയില്ല. അതാണ് കലമാൻ. ഇത് ആഞ്ഞിലി എന്ന് പറയും, ഐനി എന്നൊക്കെ പറയും. ആഞ്ഞിലി, ഐനി. ഇത് കലമാനാണ്, കൊമ്പുള്ളമാൻ, കലമാൻ. അങ്ങനെ കലമാനയും കണ്ട്. ഇത് പാത്ത എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്നറിയില്ല. ഇതറിയാലോ, ഇതാണ് മാൻകൂട്ടം, പുള്ളിമാൻ. പുള്ളിമാനൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബൈസൺ. ഞങ്ങൾ ചെന്നപ്പോൾ 2 തടിമാടന്മാരവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയാണെന്നറിയോ, നല്ല കളറാണ്, തിളങ്ങും കിടന്ന്. അങ്ങനെ ബൈസനെയും കണ്ട് അപ്പൂന് കടുവയെ കാണണമെന്ന് പറഞ്ഞിട്ട് കടുവയുടെ അടുത്തോട്ട് പോവാണ്. ഇത് കടുവയാണ് കേട്ടോ, അവിടെ കിടപ്പുണ്ട്, ഇറച്ചിയൊക്കെ തിന്ന്. പക്ഷേ കാണാൻ പറ്റിയില്ല. അല്ല, വീഡിയോ കാണാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങനെ കടുവയും കണ്ട് മുമ്പോട്ട് നടന്ന് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശക്കുമ്പോൾ അറിയാലോ, ട്രിവാൻഡ്രത്ത് വന്ന് പഴങ്കഞ്ഞി കുടിക്കാതെ പോകുന്നത് ശരിയല്ല. ഇതാണ് കടുവ കേട്ടോ. അല്ല, ഇത് പുള്ളിപ്പുലി. എന്നാലും ഉലാത്തുമാണ്. ഇവിടെ എല്ലാ ജീവികളും ഉലാത്തുമാണ് കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ നടക്കാത്ത, ബാക്കി എല്ലാ ജീവികളും നടക്കുന്നുണ്ട്. നമ്മളല്ല കേട്ടോ. എൻ്റെ കാര്യം പറഞ്ഞു, നടക്കുന്നവരുണ്ടായിരിക്കും, എക്സസൈസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, മൃഗങ്ങൾ വരെ എക്സസൈസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്. ഇത് കുടപ്പനയാണ് കേട്ടോ. പനയുടെ വേറെ ഐറ്റം. പാലക്കാടുകാർക്ക് അറിയാമായിരിക്കുമല്ലോ കുടപ്പന എന്താ, പന എന്താ. ഇത് ഒട്ടകപ്പക്ഷി നമ്മുടെ ദേശീയ പക്ഷിയാണെന്ന് സലീംകുമാർ ഏതോ പടത്തിൽ പറയത്തില്ലേ. ഒട്ടകപ്പക്ഷിയല്ല കേട്ടോ നമ്മുടെ ദേശീയ പക്ഷി, മയിലാണേ, ഒട്ടകപ്പക്ഷി. പിന്നെ ഞങ്ങൾ കാണാതെ ഉരകങ്ങളെയാണ്, പാമ്പുകളെ കാണുമ്പം തന്നെ മെയില് ഇറക്കും. പാമ്പുകളുണ്ടായിരുന്നു, മിക്കതും അകത്തൊക്കെ ആയിരുന്നു. ഒന്നിനെയും വ്യക്തമായിട്ട് കിട്ടിയില്ല. ഇത് മറ്റേ പെരുമ്പാമ്പാണ്, അവിടെ ചുരുണ്ട് കൂടിയിരിപ്പുണ്ട് കണ്ടോ, ആ ബ്ലാക്ക്. അതന്നെ, ഇത് തന്നെ. ഇതായിരുന്നു പെരുമ്പാമ്പ്. ഇതും പെരുമ്പാമ്പിൻ്റെ ഒരു ഐറ്റം കേട്ടോ. ഇതാണ് മൂർഖൻ വേണ്ട, ആ തടിയെ കിടപ്പുണ്ട് കണ്ടോ. അതിൻ്റെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കിടക്കുകയാണ് പയം. ഇത് മറ്റേ ആമയാണ് കേട്ടോ. ഇതും ഒരു പാമ്പാണ്. അങ്ങനെ
ഇതിനകത്ത് ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാൻ വെച്ചില്ലെങ്കിൽ ഭയങ്കര ചൂടാണ് ഇതിനകം. ഇതാണ് നക്ഷത്രയാമ. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഗ്രീൻ അനാക്കൊണ്ടയുടെ അടുത്തുണ്ട്. അനാക്കൊണ്ട അതേ പറഞ്ഞാൽ ചുറ്റി വരിഞ്ഞ് കിടപ്പുണ്ട് വെള്ളത്തിൽ. കണ്ടോ, ഇതാണ് അനാക്കൊണ്ട. കണ്ടാൽ തന്നെ പേടിയാവും. ഇതാണ് നമ്മുടെ രാജവെമ്പാല. എല്ലാവരും ഫുഡ് അടിച്ച് കിടന്ന് ഉറക്കമാണെന്ന് തോന്നുന്നു. ഇതും രാജവെമ്പാലയുടെ വേറൊരു ഐറ്റമാണ്. ഇത് മറ്റേ രാജ രവിവർമ്മയുടെ ഒരു മ്യൂസിയമാണ് കേട്ടോ. അവിടെ മ്യൂസിയം അന്ന് ഓപ്പൺ അല്ലായിരുന്നു, തുറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നേരെ വെളിയിലേക്ക് കഴിഞ്ഞു. വിശന്ന് കണ്ണു കാണാതായി. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കൊട്ടാരം കൂടെ കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചു. കനകക്കുന്ന് കൊട്ടാരം എന്ന് പറയും. അതായത് ഈ മ്യൂസിയത്തിൻ്റെ സൂവിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ കനകക്കുന്ന് കൊട്ടാരം. ഇതാണ് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ എൻട്രൻസ്. അങ്ങനെ ഞങ്ങൾ നേരെ കൊട്ടാരത്തിലേക്ക്. ഇതാണ് കേട്ടോ കൊട്ടാരം. ഇവിടെ മിക്ക സിനിമയുടെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസാണ്. ഇതതിന് വെളിയിൽ എല്ലാവർക്കും വന്ന് ഇരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള. ഇതിൽ 2 വഴിയുണ്ട് കേട്ടോ. അത് റോഡിൽ നിന്ന് മെയിൻ റോഡുണ്ട്, അല്ലാതെ സൂവിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന എൻട്രൻസാണിത്. മെയിൻ റോഡിൽ നിന്നും കയറി വരാം കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഇപ്പം സമയം 1:30. അങ്ങനെ ഞങ്ങളവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി. പിന്നെ ഒരു നടുക്കൊരു കുളമൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ കനകക്കുന്ന് കൊട്ടാരം. ഇവിടെ എൻട്രൻസ് ഉണ്ട് കേട്ടോ, ഫീസ്. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഞങ്ങളകത്ത് കയറിയില്ല. അവിടെ ആർട്ട് ഗാലറിയും മ്യൂസിയം ഒക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. അപ്പൂവിനെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വിശക്കുന്നു എന്നും പറഞ്ഞ്. അപ്പൂവിൻ്റെ പേര് ഇതാണ് കേട്ടോ, മൂപ്പിലാൻഡ്സ് കിച്ചൺ എന്ന് പറയും. അതായത് ബണ്ട് റോഡ്, കിള്ളിപ്പാലം ബണ്ട് റോഡിലാണിത് ഈ കടയുള്ളത്. നല്ല പഴകഞ്ഞി കിട്ടും കേട്ടോ. പഴകഞ്ഞി നമ്മുടെ ഒരു വീക്ക്നെസ്സാണെന്ന് അറിയാമല്ലോ. അവിടെ നല്ല പഴകഞ്ഞി കിട്ടും. നല്ല കരുവാട് കറി, നല്ല പഴകഞ്ഞിയും നല്ല മീൻ ചാറും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പത്മനാഭസ്വാമി ടെമ്പിൾ. അകത്ത് കയറുന്നില്ല കേട്ടോ. ഇപ്പോൾ സമയം വൈകി 2 മണി 2:30 ഇവിടെ ഇനി തുറക്കണമെങ്കിൽ 4:30 ആവും. തന്നെയല്ല മീനൊന്നും കഴിച്ചിട്ട് കയറാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നും കൊണ്ടാണ് പോയത്. ഇതാണ് കേട്ടോ പത്മനാഭൻ്റെ അമ്പലം. വളരെ ചരിത്ര പ്രാധാന്യമുള്ള അമ്പലമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അടൂർ കൊട്ടാരക്കര റൂട്ടിൽ ഏനാത്ത്. അപ്പം വീട്ടിൽ ഇനി ചെന്നിട്ടൊന്നും വെക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ കുറച്ച് പുഴുക്ക് മേടിക്കാമെന്ന് വെച്ചു. അതായത് ഇത് എല്ലയുടെയാണ് കേട്ടോ. അവിടെ എല്ലാം കിട്ടും. ഇതാണ് വാഴയ്ക്ക പുഴുങ്ങിയത്. ഇത് നമ്മുടെ ചേമ്പ്. ഇത് ചേന. ഇത് കപ്പ, ചീനി എന്ന് പറയും. ഇത് ചേമ്പാണ് കേട്ടോ. അല്ല, ഇത് മറ്റേത് മധുരക്കിഴങ്ങ്, ചീനി. ഇതാണ് ധരണി ഫാംസ്. ഇവിടെ നല്ല ഫ്രഷ് പുഴുക്ക് കിട്ടും. 60 രൂപയാണ് ഒരെണ്ണം. ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതിലെ വരുന്നുണ്ടെങ്കിൽ. അങ്ങനെ അപ്പോൾ വഴക്കുണ്ടാക്കി കുറേ കാറൊക്കെ മേടിച്ച്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, പുഴുക്കൊക്കെ പൊട്ടി തിന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.